ഹലോ മാർവൽ ഫാൻസ്, വെൽക്കം ബാക്ക് ടു അനദർ സ്പോയിലർ റിവ്യൂ തണ്ടർബോൾട്സ്. മാർവലിന്റെ ഏറ്റവും പുതിയ ഫിലിം ഞാൻ വൈകുന്നേരമാണ് പോയി കണ്ടത്. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുവരെ മാർവൽ ചെയ്തിട്ടുള്ള പടങ്ങളൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് അത്യാവശ്യം മനുഷ്യന് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമായിരുന്നു തണ്ടർബോൾട്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, DC-യിലെ സൂയിസൈഡ് സ്ക്വാഡ് എങ്ങനെയാണോ അതേപോലെ മാർവലിലെ ഒരു സൂയിസൈഡ് സ്ക്വാഡാണ് തണ്ടർബോൾട്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് അവഞ്ചേഴ്സിനെ ഫില്ലപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ഒരു പടമായിട്ട് എനിക്ക് തോന്നി. കാര്യം ഇപ്പൊ അവഞ്ചേഴ്സ് ഇല്ല, ഇവരാണ് പുതിയ അവഞ്ചേഴ്സ്. അത് ഞാൻ ചെറുതായിട്ടൊന്ന് സ്പോയിലർ പറഞ്ഞോ എന്നറിയില്ല. എനിവേ, പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഭയങ്കര നൈസ് ആയിരുന്നു. നല്ല അവർ ആ ഒരു സ്റ്റണ്ട് സീനൊക്കെ ഉണ്ട്. സ്റ്റണ്ട് സീനൊക്കെ ഭയങ്കര കിടിലാണ് കേട്ടോ. ആൻഡ് പിന്നെ നമ്മുടെ ഡേവിഡ് ഹാർബി, അതായത് റെഡ് ഗാർഡിയൻ, അങ്ങനെ ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ ഭയങ്കര കിടിലുമായിട്ടാണ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇതിനകത്ത് പുതിയതായിട്ട് കൊണ്ടുവന്നേക്കുന്ന സൂപ്പർ ഹീറോ. ആൻഡ് ഇവർ തല്ലുകൊള്ളാൻ വേണ്ടി ജനിച്ച ആൾക്കാരാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ആൻഡ് ഹീറോസ് ആണ്. ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പരിമിതമാണ്. ഈ പുള്ളിക്കാരനെ മാത്രമേ തോൽപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു സൂപ്പർ ഹീറോനെ കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന തണ്ടർബോൾട്സിനെ കൊണ്ട് കയ്യിൽ ഒതുങ്ങാത്ത ടീമാണ്. സോ എങ്ങനെയാണോ ആന്റണി മോക്കി നമ്മുടെ റെഡ് ഹൽക്കിനെ സ്പീച്ച് തെറാപ്പി കൊടുത്തത്, അതേപോലെ ഒരു സ്പീച്ച് തെറാപ്പിയൊക്കെ വരുന്നുണ്ട് പുള്ളിക്കാരനെ പിടിച്ചു നിർത്താനായിട്ട്. അതൊക്കെ എന്തിനാണ് കൊണ്ടുവന്നതെന്ന് എനിക്കറിയില്ല. സെക്കൻഡ് ഹാഫ് കയ്യിൽ നിന്ന് പോയി. ഫസ്റ്റ് ഹാഫ് മനുഷ്യനെ കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം. ഓവറോൾ നോക്കുകയാണെങ്കിൽ പടം ഒരു പ്രാവശ്യം കാണാം, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മാർവൽ ഇതുവരെ ചെയ്ത പടങ്ങളൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൂവി. ആൻഡ് പക്ഷേ നമ്മൾ പണ്ടൊക്കെ ഒരു മാർവൽ മൂവി കൊണ്ടുവരാൻ നേരത്ത്, ഒരു സൂപ്പർ ഹീറോനെ ഇൻട്രോ ചെയ്യാൻ നേരത്ത് നമുക്ക് ഭയങ്കര ഒരു ആഹ്ലാദം, ഭയങ്കര ആവേശമൊക്കെ ആയിരുന്നു. പക്ഷെ ഇത് അതിനകത്തില്ല. അവസാനത്ത്, അതായത് പടം തീർന്നിട്ട് അവസാനം കുറച്ച് സാധനങ്ങൾ കാണുമല്ലോ, അതിനകത്തൊരു സീനുണ്ട്. അത് ഭയങ്കര കിടിലോ. സോ പടം എന്തായാലും നിങ്ങൾ OTT-ലോ തിയേറ്ററിലോ എവിടെയാന്ന് വെച്ചാൽ പോയി കണ്ടോ, കുഴപ്പമില്ല. ഒരു പ്രാവശ്യം കാണാം, അത്ര തന്നെ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ആൻഡ് പുതിയ സൂപ്പർ ഹീറോ ഞാൻ ആരാണെന്ന് പറയുന്നില്ല, നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാം.